അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മണിക്കൂറുണ്ട എന്ന് പറയുന്നൊരു മുട്ടായി ഉണ്ട്. നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാനൊരു പ്രാസംഗികൻ എന്നുള്ള നിലയിലല്ല നിൽക്കുന്നത്, പ്രസംഗികൻ എന്നുള്ള നിലയിലല്ല, ഒരു പങ്കുവെക്കലാണ് ഉദ്ദേശിക്കുന്നത്. മണിക്കൂറുണ്ട എന്ന് പറയുന്ന ഒരു മുട്ടായി ഉണ്ട്. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പത്തനാപുരം, പുനലൂര് ആ പ്രദേശത്തൊക്കെ ധാരാളം കിട്ടുന്ന ഒരു സ്ഥലമാണ്. തെങ്കാശി, ചെങ്കോട്ട എന്ന് പറയുന്ന പ്രദേശത്ത് അതിർത്തി പങ്കിടുന്ന തമിഴ്നാടിൻ്റെ പ്രദേശമാണല്ലോ പുനലൂരൊക്കെ. അപ്പോൾ അവിടെ ധാരാളമായി കിട്ടുന്നൊരു സാധനമാണ് ഈ മണിക്കൂറുണ്ട എന്നാണ് അതിൻ്റെ പേര്. എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ മണിക്കൂറുണ്ട കഴിക്കാത്തവർ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ. താരതമ്യേന സദസ്സിലിരിക്കുന്ന ആളുകളേക്കായി പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ ഇവരാരും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം. ഈ മണിക്കൂറുണ്ട എന്ന് പറയുന്നത് ആ മുട്ടായിയുടെ വില അന്ന് 25 പൈസയാണ്. അത് മണിക്കൂറുകളോളം നമ്മുടെ വായിലിട്ടാലും ആ മുട്ടായിക്ക് ഒന്നും പറ്റത്തില്ല, അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അത് മണിക്കൂറുണ്ട് അന്ന് പ്രധാനപ്പെട്ട ഒരു മുട്ടായിയാണ്. അപ്പോൾ ഈ മുട്ടായി വാങ്ങിക്കാനുള്ള പൈസ ഉള്ളത് മിക്കവാറും എൻ്റെ കയ്യിലാണ്. എൻ്റെ അപ്പൂപ്പനൊക്കെ 2-3 കടകളൊക്കെ ഉണ്ടായതുകൊണ്ടും അങ്ങനെ വീട്ടിൽ പൈസ ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും പൈസ കാണും. അപ്പോൾ ഞാനാണ് ഈ മണിക്കൂറുണ്ട വാങ്ങിക്കുന്ന ആൾ. ഒരു ദിവസം അങ്ങനെ മണിക്കൂറുണ്ട വാങ്ങിച്ച് ക്ലാസ്സിൽ കൊണ്ടു ചെന്നു. ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം അതിന് പണം മുടക്കി ആൾ എന്ന നിലയിൽ ഞാനാണ് ആദ്യം അത് വായിലിടുന്നത്. ഞാനാണല്ലോ പണം മുടക്കുന്നയാൾ. ഞാനത് വായിലിട്ട് കഴിയുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, രൂപേഷ് ചോദിക്കും ഇതാ എന്ന് പറയും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഞാൻ വായിലിട്ടിട്ട് ഞാൻ രൂപേഷിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. രൂപേഷ് ഉടനെ അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കാക്കി നിക്കറ 2 തുടച്ചിട്ട് രൂപേഷ് എടുത്ത് വായിലിടും. അത് കഴിയുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാളാണ് പ്രവീണ് ശല്യം ചെയ്യുമോ തരാൻ പറയും. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ രൂപേഷ് പ്രവീണിന് കൊടുക്കും. പ്രവീണും വീണ്ടും കാക്കി നിക്കറയിൽ ഇങ്ങനെ തുടച്ചിട്ട് എടുത്ത് വായിലിടും. അവസാനം ആ ബെഞ്ചിൻ്റെ അവസാനം ഇരിക്കുന്ന അമ്പിളി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ്. അവന് പത്തനാപുരത്ത് ഒരു ലോഡിംഗ് തൊഴിലാളിയാണ്. ഞാനിടയ്ക്ക് കാണാറുണ്ട്. എൻ്റെ വളരെ ആത്മാർത്ഥമായ സുഹൃത്താണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായി സിന്ദാബാദ് വിളിച്ച എൻ്റെ ഉറച്ച അനുയായിയാണ് അമ്പിളി. അപ്പോൾ അമ്പിളിയുടെ കയ്യിലാണ് അവസാനം ഇതെത്തിയത്. അപ്പോൾ അമ്പിളി വായിലിട്ടുകൊണ്ടിരുന്ന സമയത്ത് തങ്കപ്പ സാറ് എന്ന് പറയുന്നൊരു സാറ്, അദ്ദേഹമാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, അദ്ദേഹം കണക്ക് പഠിപ്പിക്കാനായിട്ട് കയറി വന്നു. അപ്പോൾ അമ്പിളിയെ പിടിച്ചു. എന്താണ് അതിൻ്റെ വായിൽ കിടക്കുന്നതെന്ന് ചോദിച്ചു. അത് മുട്ടായി. ക്ലാസ്സിലിരുന്ന് മുട്ടായി കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു. ആരാടാ ഈ മുട്ടായി വാങ്ങിച്ചതെന്ന് പറഞ്ഞു. ഞാനാണെന്ന് പറഞ്ഞു. നീ വരാൻ പറഞ്ഞു. ഡെസ്കയിലോട്ട് പിടിച്ചിട്ട് 2 എണ്ണം കൈ അങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞു. 2 എണ്ണം തന്നു. 2 എണ്ണം തന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നോട് പൈസ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അസ്നമോളുടെ കൂട്ടിരിക്കുന്ന സിനി അവിടെ എന്ന് പറഞ്ഞു, സാറേ ഇന്ന് ഇന്ദ്രയത്ത് പാക്കാണ് കൊണ്ട് കൊടുത്ത പൈസയ്ക്ക് പകരം പാക്ക് കൊടുത്താണ് മുട്ടായി വാങ്ങിച്ചതെന്ന് പറഞ്ഞു. കാരണം അന്ന് നമ്മുടെ മുമ്പിലുള്ള മുറുക്കാങ്കടകളിലൊക്കെ നമ്മൾ പാക്ക്, അതുപോലെ തന്നെ ഈ പറങ്ങേണ്ടിയൊക്കെ കൊണ്ട് കൊടുക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ അവർക്ക് നമുക്ക് മുട്ടായി തരും. പാക്ക് കൊടുത്തിട്ടാണ് മുട്ടായി വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സിനി അത് പറയാൻ കാരണം, ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ കണ്ടത്തിൻ്റെ പാടവരമ്പത്തൂടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പഴയ സ്റ്റീലിൻ്റെ പെട്ടിയുണ്ട്, നിങ്ങൾ കണ്ടുണ്ടോ? പണ്ടത്തെ ഒരു സ്റ്റീൽ പെട്ടിയുണ്ട്, സൂട്ട് കേസ് പോലെ. അതാണ് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന നമ്മുടെ പുസ്തകം. അപ്പോൾ ഇത് നമ്മൾ ഈ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തോട്ടിൻ്റെ സൈഡിലൊക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് ഒരു പ്രത്യേക മീനുണ്ട്. അപ്പോൾ സിനി എന്നോട് പറഞ്ഞു, സിനിയുടെ വാട്ടർ ബോട്ടിലിനകത്ത് അതേലെ 2 മീനെ പിടിച്ചു കൊടുക്കാവോ എന്ന് പറഞ്ഞു. അന്ന് എന്തോ കാരണത്താൽ, ഞാനും സിനിയും തമ്മിൽ അങ്ങനെ പിണങ്ങുന്നതല്ല, എന്തോ കാരണത്താൽ ഞാൻ പിണങ്ങി, ഞാൻ മീൻ പിടിച്ചു കൊടുത്തില്ല. അതിൻ്റെ ദേഷ്യത്തിലാണ് സിനി പറഞ്ഞത് ഇന്ന് പാക്ക് കൊടുത്തിട്ടാണ് മുട്ടായി വാങ്ങിച്ചതെന്ന്. അപ്പോൾ സാർ എന്നെ 2 അടി അടിച്ചു. അവസാനം ക്ലാസ് കഴിയാൻ നേരത്ത് തങ്കപ്പ സാറ് നന്നായിട്ട് മുറുക്കുന്ന ആളാണ്. സാർ എന്നെ അടുത്ത് വിളിച്ച് ചോദിച്ചു, വീട്ടിൽ ഇഷ്ടം പോലെ പാക്കുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. അടുത്ത ദിവസം എനിക്ക് 2 എണ്ണം കൊണ്ടുതരണമെന്ന് പറഞ്ഞു.